ഒരു ദീർഘമായ ഉദ്ഘാടന ചടങ്ങ് പ്രസംഗം ഒഴിവാക്കിയിട്ട് അദാലത്തിൻ്റെ നടപടികളിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ് ചുമതലയെടുത്തതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ താലൂക്ക് അദാലത്താണ്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് നവകേരള സദസ്സിൽ ജനങ്ങളുടെ നിരവധി അപേക്ഷകൾ സ്വീകരിക്കുകയുണ്ടായി. ഈ അപേക്ഷകൾക്കെല്ലാം ഒരു നല്ല ശതമാനം അപേക്ഷകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നതാണ് ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം. വേണ്ടത്ര അതിനുള്ള പ്രചരണം നൽകാത്തത് കൊണ്ട് ജനങ്ങൾ പരിഹരിച്ച വിഷയം ജനങ്ങൾ വേണ്ടത്ര അറിയുന്നില്ല. പരിഹരിക്കാത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും വാർത്തകളുമാണ് എപ്പോഴും ചർച്ചാ വിഷയമാകുന്നത്. ഞാനിവിടെ ഇതിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഈ താലൂക്കിൽ 4000-ൽ പരം കുടുംബങ്ങൾക്ക് BPL കാർഡ് കൊടുത്തിരിക്കുകയാണ്. ഇന്നും 203 രോഗികളായിട്ടുള്ള, അതുതന്നെ മിക്കവാറും ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് അടിമയായ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അവർക്ക് ഭക്ഷ്യധാന്യത്തിൻ്റെ എല്ലാ പ്രശ്നം ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അതിനാവശ്യമായിട്ടുള്ള AAOI PH കാർഡ് കൊടുക്കുകയാണ്. അതിദരിദ്ര കുടുംബങ്ങളെ പരിപൂർണമായും ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ് നീങ്ങുന്നു. ഈ വരുന്ന 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത കേരളമെന്നും ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ശ്രദ്ധ ഏറ്റവും ദുർബലരായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിൽ പിന്തള്ളപ്പെട്ടു പോയ ആ കുടുംബങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ പ്രവർത്തനമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നിവിടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ ലഭിക്കാൻ ഒരുപാട് കാലതാമസം വന്ന വിഷയങ്ങൾ ഞാൻ ആ റിപ്പോർട്ടിൽ നോക്കുകയുണ്ടായി. 50 വർഷം 30 വർഷം വരെ പഴക്കമുണ്ട അത്തരം പ്രശ്നങ്ങൾ പലതും ഇന്ന് പരിഹരിച്ച് അവരുടെ കയ്യിൽ രേഖകൾ നൽകുകയാണ്. കൈവശ രേഖയാണെങ്കിൽ, അതുപോലെ തന്നെ അവർക്ക് അവകാശ സംബന്ധമായിട്ടുള്ള രേഖ നൽകുന്ന കാര്യത്തിലാണെങ്കിൽ, ഇങ്ങനെയുള്ള റവന്യൂ വിഷയങ്ങൾ 200-ലധികം റവന്യൂ വിഷയങ്ങൾ നേരത്തെ നൽകിയ അപേക്ഷ പരിശോധിച്ച് ഇന്ന് പരിഹാരം നൽകി ഉത്തരവ് കൊടുക്കുകയാണ്. ഇന്ന് വന്ന അപേക്ഷകൾക്ക് കൗണ്ടറിൽ, ഈ യോഗത്തിന് ശേഷം കൗണ്ടറിൽ അത് സ്വീകരിക്കും. ആ അപേക്ഷകൾ പരിശോധന നടത്തി പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ലഭിച്ച അപേക്ഷയിൽ 83% അപേക്ഷ ജനങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോസസ്സിംഗ് പൂർത്തിയായതിൻ്റെ കാര്യം അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളോടൊപ്പം, ജനങ്ങളടുത്തേക്ക് ജനപ്രതിനിധികളും ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഏറ്റവും അടുത്തെത്തുന്ന പരിപാടിയായിട്ടാണ് കരുതലും കൈത്താങ്ങും നിശ്ചയിച്ച് നടപ്പാക്കി വരുന്നത്. ഇത് നന്നായി പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വന്നവരെ ഞാൻ അങ്ങേയറ്റ സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.